നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തിനും ഭാരതം ഏതെന്നിൽ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നുവോ ആ സ്വാതന്ത്ര്യത്തിനും നാം ഏറ്റവും വിശുദ്ധ ഗ്രന്ഥമായി കണക്കാക്കുന്ന ഭരണഘടനയ്ക്കും ബഹുസ്വരതയ്ക്കുമെല്ലാം വിരുദ്ധമായി നമ്മുടെ അമ്മ നാട്ടിൽ തന്നെ വിവിധ ഇടങ്ങളിൽ അധികാരികളുടെ പിൻബലത്തോടെ നടക്കുന്ന അഴിഞ്ഞാട്ടങ്ങൾ അസഹനീയമായിരിക്കും. കഴിഞ്ഞ ഒരു വർഷം തന്നെ 684 ആക്രമണങ്ങളാണ് ക്രൈസ്തവർക്കെതിരെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് രേഖകൾ ഉദ്ധരിച്ചുകൊണ്ട് ക്രിസ്ത്യൻ ഫോറം തന്നെ എടുത്തു കാണിക്കുന്നുണ്ട്. ഏതൊരു പശ്ചാത്തലത്തിലാണ് നമ്മുടെ ഒന്നിച്ചു കൂടിയിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്കെല്ലാം ബോധ്യമുണ്ട്. പ്രതിഷേധം നമ്മളുടെ സാധാരണ ശൈലിയല്ല. എന്നാൽ പ്രതിഷേധിക്കാതിരിക്കാൻ സാധ്യമല്ല എന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ നിസ്സഹായകരായിത്തീരുന്ന സാഹചര്യത്തിൽ പ്രതിഷേധിക്കാൻ നാം നിർബന്ധിതരായിത്തീരുകയാണ്. ഇത് മറ്റു ചില പ്രതികരണങ്ങളെ പോലെയല്ല, അക്രമാസക്തമായ സമീപനമല്ല, മറിച്ച് നാം വിശ്വസിക്കുന്ന ആ വിശ്വാസത്തിൻ്റെയും നാം പ്രഖ്യാപിക്കുന്ന അവിശ്വാസ പ്രമാണത്തിൻ്റെയും എല്ലാം പശ്ചാത്തലത്തിൽ, സ്നേഹത്തിൻ്റെ ഒരു പ്രമാണത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് പ്രതിഷേധം. ഇതൊരർത്ഥത്തിൽ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന നിലവിളിയുടെ കവിഞ്ഞൊഴുകലാണ്. ഇവിടെ 2 കന്യാസ്ത്രീകളെ കാരണമില്ലാതെ അവർക്കെതിരെ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കുറ്റമാരോപിച്ച് ജയിലിലടച്ച ആ ഒരു സാഹചര്യം, ഈ മണ്ണിൽ പിറന്നു വീണ് ഇവിടെ ജീവിതം സമർപ്പിക്കുന്ന, ഇവിടെ പൗരന്മാരായിരിക്കുന്ന വ്യക്തികൾക്കെതിരെ നടത്തുന്ന കടന്നുകയറ്റങ്ങൾ നമ്മളുടെ എല്ലാവരുടെയും പിതാവായി നാം എല്ലാം ഈ സമൂഹം, ഈ പൊതുസമൂഹം അംഗീകരിച്ചിട്ടുള്ള അഭിനന്ദനായ കുറിയാക്കോസ് ക്ലീനീസ് വലിയ മെത്രാപ്പോലീത്ത നമ്മുടെ മധ്യയെ കടന്നു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പിതാക്കന്മാരുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. അവരെ തുടർന്ന് സംസാരിക്കുന്നതാണ്. ഇവിടെ ഹ്രസ്വമായ ഈ സംസാരത്തിന് ശേഷം ഈ പ്രതികൂലമായ സാഹചര്യത്തെയും വകവയ്ക്കാതെ നാം മുന്നോട്ട് പോകും. കാരണം നാം ഇവിടെ മൗനമായിരുന്നാൽ, നാം ഈ ത്യാഗമേറ്റെടുത്ത് നമ്മുടെ വികാരം പ്രകടിപ്പിക്കാതിരുന്നാൽ ഈ മണ്ണിൽ താമസിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നാം മുൻകൂട്ടി കാണേണ്ടതുണ്ട്. ഇവിടെ ജീവിതം സമർപ്പിച്ചിട്ടുള്ള വ്യക്തികൾ, നാടിനു വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചിട്ടുള്ള വ്യക്തികൾക്ക് ഇവിടെ പാർക്കാനും ശുശ്രൂഷ ചെയ്യാനും സാധ്യമല്ല എന്നൊരു സാഹചര്യം വരുമ്പോൾ അതിന് എതിരെ മൗനം പാലിച്ച് ഭയപ്പെട്ടു നിൽക്കുക എന്നുള്ളത് ചരിത്രപരമായി സമൂഹത്തോടും തലമുറയോടും കാണിക്കുന്ന അപരാധമാണ് എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ സമൂഹമായി, സഭയായി നാമെല്ലാം ഒന്നിച്ചു കൂടിയിരിക്കുന്നത്. അഭിനന്ദരായ പിതാക്കന്മാരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ കൂടിവരവ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മളുടെ വലിയ മെത്രാപ്പോലീത്ത തിരുമേനിയെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
എന്തെങ്കിലും പറഞ്ഞാൽ ചിലപ്പോൾ എന്നെയും ഉറച്ചു കഴിയുമല്ലെന്നൊരു പേടിയുണ്ട് ഇവിടെ. എന്നാലേ പറയാതിരിക്കാനൊക്കത്തില്ലല്ലോ. നമ്മുടെ സഹോദരിമാർ അവരുടെ മാതാപിതാക്കളെ അവരെ സമർപ്പിച്ച് സഭയ്ക്കും സമൂഹത്തിനും സേവനം ചെയ്യുവാൻ തക്കവണ്ണം ആയുസ് മുഴുവൻ അതിനായിട്ട് സമർപ്പിച്ച സഹോദരിമാരെ ഒരു കാരണവും കൂടാതെ ന്യായമില്ലാതെ അന്യായമായി അകത്ത് കയറ്റി അവരെ ജയിലിലാക്കിയിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നമുക്ക് അവർക്ക് കൊടുക്കാവുന്ന എല്ലാ സഹായവും സഹകരണവും കൊടുത്ത് അവരുടെ ജീവിതം കൂടുതൽ ദൈവിക ശക്തിയോടുകൂടി ദൈവ സാന്നിധ്യം ബോധത്തോടുകൂടി വീണ്ടും സഭയും സമൂഹത്തെയും ശുശ്രൂഷിക്കാണ്ടൊക്കെയാണ് അവർക്ക് അവസരം ഉണ്ടാകുന്നത്. പ്രാർത്ഥനാപൂർവ്വം വേണ്ട എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ച് ഈ സഭയുടെയും നമ്മുടെ എല്ലാ തിരുമേനിമാരുടെയും എല്ലാവരുടെയും നാമത്തിൽ അതിന് എല്ലാ സഹായവും സഹകരണവും നേർന്നുകൊണ്ട് ഈ സമ്മേളനം വളരെ സന്തോഷത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കും. ഈ പൊതുസമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്ന എല്ലാവരെയും ഉദ്ധരിച്ച് സഭയുടെ ദൗത്യ നിർവഹണത്തിൽ പങ്കാളികളാകുമ്പോൾ അത് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എല്ലാ ജനങ്ങളെയും ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ്. അതിനുവേണ്ടി വിദ്യാഭ്യാസം, ചികിത്സ, വീട്, അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഒരുക്കി അവരുടെ ജീവിതത്തെ ഹോമിച്ചാണ് ഈ സിസ്റ്റേഴ്സ് പ്രവർത്തിച്ചത്. അതിൽ 2 നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരെയാണ് 9 ദിവസം ജയിലിലിട്ട് അന്യായമായി എന്ന് ഞാൻ ആ വാക്ക് ഉപയോഗിക്കട്ടെ, പ്രത്യേകമായ കാരണങ്ങളൊന്നുമില്ലാതെ, എന്നാൽ ആരോപിക്കപ്പെട്ട കാരണങ്ങൾ, അതിന് നിയമസാധുതയുണ്ടാക്കുവാനായിട്ടുള്ള പരിശ്രമം അതിന്റെ പിന്നിൽ ഇപ്പോഴും നടക്കുന്നതേയുള്ളൂ എന്നുള്ളതാണ് ദുഃഖകരം. ആ സിസ്റ്റേഴ്സ് അത്രയും ദിവസം അവിടെ ജയിലിൽ കഴിയേണ്ടി വന്നു എന്നുള്ളത് ഈ ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത ഒന്നാണ്. അതിന്റെ പ്രധാന കാരണം അഭിനന്ദനായ ഐറീനസ് തിരുമേനി ഇവിടെ ഓർമ്മിപ്പിക്കുകയൂടെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഇത് തുടർന്നാൽ ഇനി ഇവിടെ ഒരു ക്രൈസ്തവ ജീവിതം തന്നെ ദുസ്സഹമാകുന്ന ഒരു സാഹചര്യം സംജാതമാകും. എങ്കിലും ഇത് പ്രതികരിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ടാണ് ഈ കോരിച്ചോലയുന്ന മഴയത്തും ഇത്രയധികം ആളുകൾ ഇവിടെ വന്നു ചേർന്നത് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. മഴയത്തിനോ മഴയ്ക്കോ വെയിലിനോ ഏത് പരീക്ഷണത്തിനോ ക്രൈസ്തവ സഭയുടെ സാക്ഷ്യ ജീവിതത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയുകയില്ല എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടെയാണ് ഈ ജനക്കൂട്ടത്തെ നാം ഇവിടെ കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. രണ്ടാമത്, സഭയുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും, പ്രോസിക്യൂഷൻ കൊണ്ട്, പീഡനങ്ങൾ കൊണ്ട് സഭയെ ഒരിക്കലും തളർത്തുവാൻ കഴിയുകയില്ല എന്നുള്ളതാണ് ചരിത്രം. ഇന്ത്യയിൽ ഒരു പക്ഷേ ഞാൻ വിചാരിക്കുന്നു ഇത് സഭയുടെ വളർച്ചയുടെ തുടക്കമാണ് എന്നാണ് എന്റെ വിചാരം. സഭയുടെ ചരിത്രം പരിശോധിച്ചാൽ ഇവിടെ പ്രോസിക്യൂഷൻ നടത്തിയിട്ടുണ്ടോ, അവിടെ നിന്നെല്ലാം ജനങ്ങൾ ചിതറിയോടിയിട്ടുണ്ട്. ആ സ്ഥലത്ത് ഒരുപക്ഷെ പ്രോസിക്യൂഷൻ ഉണ്ടായിട്ടുള്ള പോയ സ്ഥലങ്ങളിലൊക്കെ സഭ പണിയുവാനായിട്ട് ഇടയായിട്ടുണ്ട് എന്നുള്ളൊരു ചരിത്ര സത്യം മനസ്സിലാക്കാതെയാണ് പരിശുദ്ധ സഭയോട് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സംഭവങ്ങൾ, പ്രത്യേകിച്ചും കേരള സമൂഹത്തിൽ, കേരളത്തിന്റെ സഭാ ഗാത്രത്തിൽ ഒരു പ്രധാന കാര്യം സംഭവിപ്പിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, പലരായി നിന്ന് നാം ഒന്നാണ് എന്നുള്ളൊരു ബോധ്യത്തിൽ ഇന്ന് ഇവിടെ പത്തനംതിട്ടയിലും ഒരുമിച്ച് നിൽക്കുവാനായിട്ട് നമുക്കിടയായി എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങൾക്കും അതിന്റെ ഒരു പോസിറ്റീവ് സൈഡുണ്ട്. ഈ സംഭവങ്ങളുടെ പ്രധാന പോസിറ്റീവ് സൈഡ് എന്താണെന്ന് ചോദിച്ചാൽ, കേരളത്തിലെ, ഇന്ത്യയിലെ, ലോകത്തിലെ മുഴുവൻ ക്രൈസ്തവരെ ഒന്നിപ്പിച്ചു എന്നുള്ളതാണ്. ആ ഒരുമ ഒരു പ്രോസിക്യൂഷന്റെ മധ്യത്തിലാണ് സംഭവിച്ചത്. അതുകൊണ്ട് പീഡനങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം, സഭ വളർന്നിട്ടുണ്ട്, സഭ ഒന്നിച്ചു നിന്നിട്ടുണ്ട്. ഞാനതുകൊണ്ട് ഇതിന് മുഖാന്തരമായ എല്ലാവരോടും ഒരു പ്രത്യേക നന്ദി പറയാനായിട്ടാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. താങ്ക് യു ഫോർ യുണൈറ്റിംഗ് അസ്. അതാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത്. പ്രത്യേകിച്ച് ഞാൻ സിസ്റ്റേഴ്സിന്റെ മുമ്പാകെ നിൽക്കുന്നത് കൊണ്ട് ഞാൻ പറയുകയാണ്, നമ്മെ
ഇതിൽ നിന്നും ഒരു ശക്തിക്കും പിന്തിരിപ്പിക്കുവാൻ കഴിയുകയില്ല. കൺവേർഷൻ നമ്മുടെ അജണ്ടയല്ല. നമ്മുടെ അജണ്ട ഒറ്റ അജണ്ടയേ ഉള്ളൂ, ദൈവസ്നേഹം പങ്കുവെക്കുക എന്നുള്ളതാണ്. അത് ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും നാം ദൈവസ്നേഹം പങ്കുവെക്കും. ആ സ്നേഹം പങ്കിടുന്ന ആളുകൾ നമ്മോട് ചേർന്ന് നിൽക്കും. അവർ മനപരിവർത്തനത്തിന് വിധേയരാകും. ബാക്കി കാര്യങ്ങൾ ദൈവം നിശ്ചയിച്ചുകൊള്ളും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജയിലിൽ കിടന്ന 2 സിസ്റ്റേഴ്സിനോടുള്ള എല്ലാ ആദരവും അറിയിക്കുന്നു. നമ്മുടെ സാക്ഷി ജീവിതം നമുക്ക് തുടരാൻ ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ. നമ്മൾ തോന്നുന്നു ഇതൊരു പുതിയ സംഭവമാണെന്ന് തോന്നുന്നു. 2024 824 ഇതുപോലെയുള്ള അറസ്റ്റുകളാണ് നടന്നത്. ഇതുപോലെ സഭ ശുശ്രൂഷകരും ദണ്ഡിപ്പിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇത് വർദ്ധിച്ചു വന്നുകൊണ്ടേയിരിക്കുന്നു. റാണി മറിയ എന്നൊരു കന്യാസ്ത്രീയെ ഇതുപോലെ തന്നെ മധ്യപ്രദേശത്തിൽ ഇപ്പോൾ TP ചന്ദ്രശേഖരന്റെ കാര്യം പറഞ്ഞ പോലെ 51 കുത്തുകളും അതിൽ 60 വെട്ടുകളും കൊണ്ട് ബസ്സിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. സമുദ്ര സിംഗ് എന്ന് പറയുന്നൊരു മനുഷ്യനാണ് അങ്ങനെ അദ്ദേഹം ചെയ്തത്. എന്നാൽ അദ്ദേഹം ഇപ്പോൾ മാനസാന്തരപ്പെട്ടു. സിസ്റ്ററിന്റെ വീട്ടിൽ ചെന്നു പിതാവിന്റെ കാല് തൊട്ട് പറഞ്ഞ് ക്ഷമ ചോദിച്ചു. പിതാവ് പറഞ്ഞു, നീ എൻ്റെ മകനാണ്, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, ക്ഷമിക്കുന്നു. അങ്ങനെയാണ് ക്രിസ്തുമാർഗം പ്രാവർത്തികമായി കാണിച്ചു കൊടുക്കപ്പെടുവാൻ സിസ്റ്റർമാർക്ക് സാധിച്ചത്. ഇതുപോലെയുള്ള അതിക്രമങ്ങൾ നടക്കുന്നത് സഹിച്ചുകൂടാ. നമുക്കൊന്നായി നിൽക്കാം, ദൈവനാമത്തിന്റെ മഹത്വത്തിനായി ചെയ്യാം. ലോകം മുഴുവൻ ഇന്ത്യയിൽ എന്താണ് നടക്കുന്നതെന്ന് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു. സിസ്റ്റേഴ്സ് എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുന്നു. എഴുത്തും വായന അറിയാൻ മേലാത്തവർക്ക് സ്നേഹത്തിന്റെ കൂട്ടായ്മ നൽകിക്കൊടുക്കുന്നു. സ്വന്തം ജനമാക്കി അവരെ തീർക്കുന്നു. വഴി നടക്കാൻ അനുവദിക്കാത്തവരെ, കൂടെ ഇരുത്തി പഠിപ്പിക്കാൻ കഴിയാത്തവരെ, ഒന്നിച്ചൊരു കിണറ്റിൽ വെള്ളം കുടിക്കാൻ അനുവദിക്കാത്ത ഒരു സമൂഹത്തിലെ ഒന്നാണെന്ന് പറഞ്ഞ് ആളുകളെ ദൈവിക പരിരക്ഷയിൽ സ്നേഹിക്കുന്ന ഈ വലിയ ശുശ്രൂഷ ചെയ്യുന്ന കന്യാസ്ത്രീമാരുടെ അനുഗ്രഹീതമായ ശുശ്രൂഷ ലോകം കാണുന്നു. നമുക്ക് അവരെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്ന് തിരുമേനി പറഞ്ഞതുപോലെ ഇത് നമ്മെ ഒന്നിച്ചു നിർത്തുന്നതിനും ദൈവസ്നേഹം ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നതിനും എന്താണ് 2% ക്രിസ്ത്യാനികൾ ചെയ്യുന്നത് കാണുവാൻ തന്നെ ബാക്കി 98% എന്തിനാണ് ക്രിസ്ത്യാനികളെ പേടിക്കുന്നത്? നമുക്കൊന്നായി നിൽക്കുന്ന സ്നേഹത്തിന്റെ ഭാഷ സംസാരിച്ച് ദൈവഹിതം നിറവേറ്റാം. ഇത് അനുഗ്രഹ കാരണമാവട്ടെ. ഇത് നമുക്ക് നഷ്ടത്തിന്റെ കാലമല്ല. ഇത് ഒന്നിച്ചു നിൽക്കുന്നതിനും ഒന്നിച്ച് സുവിശേഷം പറയുന്നതിനുമാണ്. ക്ലിമിസ് ബാബ പറഞ്ഞതുപോലെ അവസാനത്തെ വാക്കായി ഒരാൾ നിൽക്കുന്നത് വരെ ഞങ്ങൾ ക്രിസ്തുവിനെ പ്രസംഗിക്കും, ക്രിസ്തുവിന്റെ സ്നേഹം പ്രാവർത്തികമാക്കും. അതിനിത് മുഖാന്തരമാവട്ടെ. പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിനെ നമുക്ക് പ്രാർത്ഥന ഓർക്കാം. ഇത് സന്തോഷത്തിന്റെ ഒരു ദിവസമാണ്. നമുക്കിന്ന് ആനന്ദിക്കുന്ന ഒരു ദിവസമാണ്. നമുക്ക് ഗവൺമെന്റിനോട് പറയാം, പ്രധാനമന്ത്രിയോട് പറയാം, നിങ്ങൾ ഞങ്ങളുടെ സംരക്ഷകനല്ലേ, എന്തുകൊണ്ട് ഞങ്ങളെ മാറ്റി നിർത്തുന്നു? നിങ്ങൾ ഞങ്ങളുടെ പ്രധാനമന്ത്രിയെങ്കിൽ പ്രധാനമന്ത്രി പറയണം, ക്രിസ്ത്യാനികളും ഞങ്ങളുടെ കൂട്ടത്തിലുള്ളതാണ്, ഈ രാജ്യത്തിന്റെ മക്കളാണ്, മണ്ണിന്റെ മക്കളാണ്, നമുക്ക് അവകാശപ്പെട്ടതെല്ലാം നമുക്ക് തരുന്നതിന് പ്രധാനമന്ത്രി ശ്രദ്ധിക്കണം എന്ന് നമുക്ക് അവരോടും ആവശ്യപ്പെടാം. ഈ കൂട്ടായ്മ അതിന് മുഖാന്തരമാവട്ടെ. സിസ്റ്റേഴ്സിനെ അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ കൂട്ടായ്മയ്ക്ക് നന്മ നേർന്നുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.